മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഒരു അൾട്രാ ലക്ഷറി ക്രൂസിലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്രൂസ് ചെയ്തിരുന്നു. അത് ഒരു നോർമൽ ക്രൂസാണ്. ഇത് അൾട്രാ ലക്ഷറി ക്രൂസാണ്. അപ്പോൾ ക്രൂസിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അറിയിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് MSC ക്രൂസ് ലൈൻ്റെ ഏറ്റവും പുതിയ അൾട്രാ ലക്ഷറി സെഗ്മെൻ്റ് ആയിട്ടുള്ള MSC എക്സ്പ്ലോറ ജേർണി 1 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഏതൻസിലാണ്. നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഏതൻസിൽ നിന്ന് അന്റാലിയ, ടർക്കിയിലേക്കാണ്. അപ്പോൾ ഈ ക്രൂസിൻ്റെ ഇൻറ്റീരിയറും ബാക്കിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസും എല്ലാം നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ യാത്ര ചെയ്ത MSC ക്രൂസ് ലൈനിൻ്റെ ഏറ്റവും പുതിയ സെഗ്മെൻ്റായ MSC എക്സ്പ്ലോറ 1. ഈ കപ്പൽ ലോഞ്ച് ചെയ്ത 2023 MSC ക്രൂസ് ലൈനിൻ്റെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് MSC എക്സ്പ്ലോറ. അതായത് ഒരു പ്രൈവറ്റ് യാട്ടിൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട്, യാട്ട് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് MSC ക്രൂസ് ലൈന് സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ജേർണിയാണ് MSC എക്സ്പ്ലോറ 1 എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്ത ഐറ്റിനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൻസിൽ നിന്ന് യാത്ര ചെയ്തതിന് ശേഷം അന്റാലിയയിലെത്തിയിട്ട് അന്റാലിയയിൽ തീരുന്ന 6 നൈറ്റ് 7 ദിവസമുള്ള ഒരു പാക്കേജാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഈ കപ്പലിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാം. ഈ കപ്പലിന് 14 ഡെക്കുകളാണുള്ളത്. 14 ഡെക്കുകളിൽ ഏകദേശം 900 ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഷിപ്പാണ് MSC എക്സ്പ്ലോറ 1. സാധാരണ നമ്മളൊരു ലക്ഷറി ഷിപ്പിൽ സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3500 തൊട്ടിട്ട് ഒരു 4000 ആൾക്കാരെ വരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഷിപ്പുകളാണ് ലക്ഷറി സെഗ്മെൻറ്റിൽ കൂടുതലായിട്ടുള്ളത്. പക്ഷേ MSC എക്സ്പ്ലോറ പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാക്സിമം ഗസ്റ്റിനെ അവരെടുക്കുന്നത് ഒരു 750 തൊട്ട് 900 ഗസ്റ്റിനെ വരെ മാത്രമേ ഇവർ സാധാരണയായിട്ട് എടുക്കാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1250 ക്രൂ മെമ്പേഴ്സ് ഈ കപ്പലിൽ ഉണ്ടാവും. കാരണം അത്രയ്ക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് ഇവരുടെ സർവീസ് ഈ കപ്പലിൽ കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ജേർണി ഏതൻസിൽ നിന്ന് അന്റാലിയ വരെയുള്ള ഒരു 6 നൈറ്റുള്ള ഒരു ക്രൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഓരോ ദിവസവും ഇപ്പോൾ ഏതൻസിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു ഐലൻഡിലെത്തി അവിടെ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തതിന് ശേഷം രാത്രിയിൽ വീണ്ടും സെയിൽ ചെയ്ത് വേറൊരു പോയിന്റിൽ എത്തുന്ന രീതിയിലാണ് ഇവരിത് ക്രമീകരിച്ചിരിക്കുന്നത്. കപ്പലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ കപ്പലിലേക്ക് എങ്ങനെ ചെക്ക് ഇൻ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ഒരു വിമാനത്താവളത്തിൽ പോയി ഒരു വിമാനത്തിൽ കയറുവാനായിട്ട്, ഒരു ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് പോകാനായിട്ട് ചെക്ക് ഇൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു കപ്പലിൽ കയറിയാലും ചെക്ക് ഇൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ക്രൂസ് ടെർമിനലിൽ ചെന്നതിന് ശേഷം നമ്മുടെ പാസ്പോർട്ടും വിസ ഡീറ്റെയിൽസും അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്കൊരു എൻട്രി സ്റ്റാമ്പ് അവിടുന്ന് പതിപ്പിച്ച് തരികയാണ് സാധാരണ ചെയ്യാറ്. അതിനുശേഷം നമ്മുടെ ലഗേജിൻ്റെ സ്ക്രീനിങ്ങും നമ്മുടെ എയർപോർട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അതിനുശേഷം ലഗേജ് ഇവരെടുത്തതിന് ശേഷം നമുക്ക് റൂമിൽ മാത്രമേ ലഗേജ് കൊണ്ടുവന്നെടുത്തുള്ളൂ. നമുക്ക് ഹാൻഡ് ക്യാരി മാത്രം വെച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോകാനായി സാധിക്കുള്ളൂ. അതിനുശേഷം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം റൂമിൽ നമുക്ക് ഇവർ ലഗേജ് എല്ലാം സ്ക്രീൻ ചെയ്തതിന് ശേഷം റൂമിൽ കൊണ്ടുവന്ന് തരികയാണ് പതിവ്. ഇനിയിപ്പോൾ നമുക്ക് ക്രൂസിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ക്രൂസിൻ്റെ ലോബി ഏരിയയിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും കാണാം ഇതൊരു വലിയൊരു കോഫി ഷോപ്പാണ്. ഈ കോഫി ഷോപ്പ് കടന്ന് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ലോബി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ലോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇത് എല്ലാ കപ്പലുകൾക്കും, എല്ലാ ആഡംബര കപ്പലുകൾക്കും ഒരു വിശാലമായിട്ടുള്ള ലോബി ഉണ്ടാവും. ഇതൊരു 5 സ്റ്റാർ റിസോർട്ടിൽ നമ്മൾ എങ്ങനെ കയറി ചെല്ലുന്നു അതുപോലെ തന്നെയാണ് ഇവർ ഒരു കപ്പലിനകം ഇത് ഒരുക്കിയിരിക്കുന്നത്. അതായത് അതിവിശാലമായൊരു ലോബി. ഈ ലോബിയിൽ അതിവിശാലമായൊരു ബാറുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ 2 സൈഡിലും ഇഷ്ടം പോലെ ഷോപ്പിങ്ങിനുള്ള, അതും ഹൈ എൻഡ് ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ആഡംബര കപ്പലിനുള്ളിലെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഇതിനുള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും നമ്മുടെ പ്രൈസിൽ തന്നെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഉള്ളിൽ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഒരു പാക്കേജ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലെ ബാറുകളിൽ പോയിരുന്ന് നമുക്ക് മദ്യപിക്കുന്നതിനും കൂടുതൽ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തുള്ള ആൽക്കഹോളിന് പൈസ കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ ലോബിയിലൂടെ ഇതിൻ്റെ കാഴ്ചകളും കണ്ട് നടക്കുകയാണ്. വളരെ ആഡംബര ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെയുള്ളത്. റോളക്സ്, കാർട്ടിയർ പോലെയുള്ള ആഡംബര ബ്രാൻഡുകളുടെ ഷോപ്പുകൾ ധാരാളം നമുക്ക് ഇവിടെ കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെ എന്താ പറയുന്ന ഒരു വലിയൊരു ലോബിയിലെ വലിയൊരു ബാറും നമുക്കിവിടെ
കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഷിപ്പിൽ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റ്സും ഫ്രീ അല്ല കേട്ടോ. ഇവിടെ ബുഫേ സിസ്റ്റത്തിലുള്ള ചില റെസ്റ്റോറൻറ്റുകളാണ് നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അതല്ലാതെ പിന്നെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള വേറെ ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ടേബിൾ റിസർവേഷൻ്റെ ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ലോബിയിലെ ബാറുകൾ ഈ ഒരു ബാർ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഇഷ്ടം പോലെ ബാറുകളും റെസ്റ്റോറൻറ്റുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു കപ്പലിനകത്ത് വേറൊരു സംവിധാനം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സിഗാറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബാറുണ്ട്. സിഗാർ വലിക്കുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബാറുണ്ട്. തന്നെയുമല്ല, ഇവിടെ മാൾട്ട് വിസ്കിക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഒരു ബാറ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഒരു ഷിപ്പിനുള്ളിൽ ഇവർ ഒതുക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിഗരറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് വലിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സിഗാറിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ബാർ. ഇപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പതുക്കെ നമ്മൾ റൂമിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ റൂമിലേക്ക് നമ്മൾ പതുക്കെ നടക്കുകയാണ്. ഒരു ഹോട്ടലിൻ്റെ കോറിഡോറിൽ കൂടെ നടന്ന് നമ്മൾ റൂമിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ് നമ്മൾ കപ്പലിനകത്തും പോകുന്നത്. ഇതിനുള്ളിൽ തന്നെ ലിഫ്റ്റുകളുണ്ട്. ലിഫ്റ്റിൽ കയറിയിട്ടാണ് ഓരോ ഫ്ലോറിലെത്തുന്നത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഡെക്ക് നമ്പർ 6-ലാണ്. ഡെക്ക് നമ്പർ 6-ലെ നമ്മുടെ റൂമിലേക്ക് പതുക്കെ നമ്മൾ പോവുകയാണ്. അപ്പോൾ റൂമിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്. ഇത് അത്യാവശ്യം സാധാരണ ക്രൂസ് ലൈനേക്കാളും കുറച്ചുകൂടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് റൂമിൻ്റെ സ്പേസ് വളരെയധികം കൂടുതലുണ്ട്. സാധാരണ ക്രൂസ് ലൈനിൻ്റെ റൂമിന് ഇത്രയും വലുപ്പം ഉണ്ടാവില്ല. ഇതിൻ്റെ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ഷാമ്പെയിൻ ഉണ്ട്, ഒരു വൈനുണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റ്സ്. ഇതെല്ലാം ഫ്രീ ആണ്, എല്ലാം നമ്മുടെ ക്രൂസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്കൊരു വളരെ വലിയ ഒരു ബാൽക്കണി ഉണ്ട്. ഇത്രയും സ്പേസ് ഉള്ള ബാൽക്കണി. നോർമൽ ക്രൂസ് ലൈനിലെ ബാൽക്കണി വളരെ ചെറുതാണ്. ബട്ട് ഇത് വളരെയധികം വലുപ്പമുള്ള എക്സ്ട്രാ ലാർജ് സൈസിലുള്ള ബാൽക്കണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വാഷ്റൂം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. ഇതിന് വാഷ് ഏരിയ സെപ്പറേറ്റ്. ഓക്കെ, നമ്മുടെ ഈ ഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നോർമലായിട്ടുള്ള യാത്രാ കപ്പലുകളുണ്ട്. ഇത് അതിൻ്റെ വേറൊരു വെർഷനാണ്, അത്യാഡംബരം എന്ന് പറയാൻ പറ്റുന്ന വെർഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലായിട്ടുള്ള ഷിപ്പുകൾക്ക്, നോർമലായിട്ടുള്ള യാത്രാ കപ്പലുകൾക്ക് ക്യാബിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻറ്റീരിയർ സ്റ്റേറ്റ് റൂം വിത്ത് വ്യൂ, ദെൻ ബാൽക്കണി ക്യാബിൻ, ദെൻ സ്യൂട്ട് ക്യാബിൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാബിൻ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ എക്സ്പ്ലോറ 1 ജേർണീസിൻ്റെ ഫസ്റ്റ് കാറ്റഗറി റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യൂട്ടാണ്. അതായത് സ്യൂട്ട് വിത്ത് ബാൽക്കണി. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി റൂം. ഇതിന് ശേഷം ഇതിന് മുകളിലേക്ക് 3-4 ടൈപ്പ് റൂംസ് ഉണ്ട്. ബട്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച്. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വേറെയുള്ള റൂം കാറ്റഗറീസ് അല്ലെങ്കിൽ ക്യാബിൻ കാറ്റഗറീസ് ഒന്ന് കാണുവാനായിട്ട് തീരുമാനിച്ചു. ഇത് സെറേനിറ്റി റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഹയർ കാറ്റഗറി ഒരു ക്യാബിനാണ്. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ നമ്മളൊരു ഹോട്ടലിലെ സ്യൂട്ട് റൂമിനനുസരിച്ചിട്ടുള്ള സ്യൂട്ട് റൂം പോലെ തന്നെയുള്ള ഒരു ക്യാബിനാണിത്. ഇതിൻ്റെ പുറത്ത് ഇവരൊരു ജക്കൂസി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷവർ ഏരിയയും ഇതിൻ്റെ പുറത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന റൂം വെച്ച് നോക്കുമ്പോഴത്തേനും ഇത് അതിൻ്റെ ഡബിൾ സൈസുള്ള ഒരു ക്യാബിനാണ്. ഇതിൻ്റെ ബാൽക്കണി ആണെങ്കിലും ഇതിൻ്റെ വാഷ് ഏരിയ ആണെങ്കിലും ഇതിൻ്റെ റൂമിൻ്റെ സൈസ് ആണെങ്കിലും നമ്മുടെ റൂമിനേക്കാളും ഡബിൾ സൈസ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസുകളും കാറ്റഗറികളുമുള്ള റൂമുകൾ നമുക്ക് ധാരാളം ഷിപ്പിനകത്ത് കാണുവാനായിട്ട് സാധിക്കും.
ഇതിനകത്തുള്ള വേറൊരു റൂം കാറ്റഗറിയാണ് കേട്ടോ. അപ്പം അവൈലബിൾ ആയിട്ടുള്ള എം ടി ആയിട്ടുള്ള റൂം കാറ്റഗറീസ് ആണ് നമുക്ക് തുറന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് സെറനിറ്റി റെസിഡൻസും അതിൻ്റെ തൊട്ട് താഴെയുള്ള വേറൊരു റെസിഡൻസ് സ്യൂട്ടും നമുക്ക് വേണ്ടിയിട്ട് അവർ തുറന്നു തന്നു. ഇത് അതിൻ്റെ വേറൊരു സ്യൂട്ട് കാറ്റഗറിയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ റൂമുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം ഇത് ക്രൂസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഹോട്ടൽ പോലെ തന്നെയാണ് ഇതിൻ്റെ റൂം കാറ്റഗറി ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള റൂമുകളും സർവീസുകളും നമ്മുടെ കപ്പലിനകത്തും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ഈ കപ്പൽ അത്യാഡംബരമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പേഴ്സണലായിട്ടൊരു ബട്ട്ലർ നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട് ഒരു ക്രൂ എപ്പോഴും നമ്മുടെ ഓൺ കോളിൽ അവരവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി പറയാനുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ യൂറോപ്പ് സൈഡിലും USA സൈഡിലുമൊക്കെയുള്ള സാധാരണ ലക്ഷറി ക്രൂസുകൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് രാത്രിയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ പകൽ സമയത്ത് മിക്കവാറും ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ക്രൂസ് ലൈനുകളും ഒരു ഏരിയയിൽ വന്ന് ഡോക്ക് ചെയ്യും. ഏർലി മോർണിംഗിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ 7:30, 8 o'clock ഒക്കെ ആകുമ്പോഴത്തേനും ഒരു പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പോർട്ടിൽ നിന്ന് ഷിപ്പ് പിന്നെ പോകുന്നത് രാത്രി ഒരു 8:30-9 മണി സമയത്താണ് അവിടെ നിന്ന് പോകുന്നത്. അതായത് അത്രയും സമയം ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഐറ്റിനറി ഞാൻ പറയാം. ഏതൻസിൽ നിന്ന് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാറ്റ്മോസ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് പോയി, സ്കിയാത്തോസ് എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡിൽ പോയി, മൈക്കണോസ് എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡിൽ പോയി. അതിനുശേഷം ഇത് ഡയറക്റ്റ് പോയത് ടർക്കിയിലുള്ള മർമരീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മർമരീസിൽ പോയതിനു ശേഷം ഇത് നേരിട്ട് അന്റാലിയയിലെത്തി. അന്റാലിയയിൽ നിന്ന് ഞാൻ ഡിസംബാർക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ ഷിപ്പ് ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഐറ്റിനറീസ് ഉണ്ട്. പിന്നെ ഷിപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ സീ സിക്നസ് ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യം ഒരു സാധാരണ രീതിയിലുള്ള എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ കപ്പലായതുകൊണ്ട് സീ സിക്നസിൻ്റെ കാര്യം വളരെ നിസ്സാരമായിട്ട് മാത്രമേ ചില ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ഞാൻ 2 തവണ കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2 തവണയും സീ സിക്നസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ചൊരുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ കൂടുതൽ വീഡിയോസും കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ യാത്രകൾ തുടരാം, ഓർമ്മകളായി ഓർക്കാം. നന്ദി, നമസ്കാരം.